मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഹലോ, കണ്ടോ ഞാൻ എങ്ങനെയൊക്കെയാ പ്രാക്ടീസ് ചെയ്യുന്നെന്ന് നിങ്ങൾ എല്ലാരും കണ്ടോ? എടാ ഇവനെ ഒന്ന് പിടിച്ചു നിർത്ത്. ഇതെങ്ങാനും മേടം കണ്ടോണ്ട് വന്നാലേ പിന്നെ നമ്മളും തലകുത്തി നിന്ന് എക്സർസൈസ് ചെയ്യേണ്ടി വരും. സംശയമുണ്ടോ? ഐഡിയ എന്താന്ന് വെച്ചാ പറ. ഹണി, ഇത് നിർത്താൻ വേണ്ടി നമുക്കൊരു പ്ലാൻ തയ്യാറാക്കാം. ഹണി, നിന്നെ കാണാൻ പറ്റുന്നില്ലെന്ന് നമുക്ക് എല്ലാവർക്കും കൂടി പറയാം. കൊച്ചലിയ, എന്റെ ഫ്ലൈങ് കിക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിക്കേ. ഹണി, നീ ഹിറ്റാണ്. സൂപ്പർ ഹീറോയുടെ കിറ്റാണ്. നല്ല ഒന്നാന്തരം ഫിറ്റാണ്. നിന്റെ ശബ്ദം കേൾക്കുന്നുമുണ്ട്, പക്ഷെ നിന്നെ കാണാനും പറ്റുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെയല്ലേ നിൽക്കുന്നേ. നീ എവിടെയാണ്? അയ്യോ, എന്റെ അമ്മേ, ഞാൻ എക്സർസൈസ് ചെയ്ത് മറ്റുള്ളവർ കാണാതിരിക്കാൻ മാത്രം അത്രക്കങ്ങ് മെലിഞ്ഞു പോയോ? ഭാഗ്യം ചിലർക്ക് മാത്രമേ ഇങ്ങനെ ഒരു അവസരം നൽകാറുള്ളൂ. എന്നെ കാണാൻ പറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുമായിരുന്നു. സംശയമുണ്ടോ? എനിക്ക് എവിടെ വേണമെങ്കിലും പോയി എന്ത് വേണമെങ്കിലും കഴിക്കാമായിരുന്നു. എന്റെ സർദാറെ, നിനക്ക് ഈ തീറ്റക്കാരി മാത്രമേ പറയാനുള്ളൂ. ശ്രദ്ധിക്ക്, ഞാൻ അപ്രത്യക്ഷനായിരുന്നെങ്കിൽ നല്ല ഫിലിം കാണാൻ പോയേനെ. ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ സ്വന്തമാക്കിയേനെ. എന്റെ ശത്രുക്കളെ എല്ലാം ഞാൻ തല്ലി ഓടിച്ചേനെ. ഞാൻ എല്ലാവരുടെയും രഹസ്യം കണ്ടുപിടിച്ചേനെ. അതായത് ആളുകൾ എന്നെ കുറിച്ച് എന്തൊക്കെയാണ് രഹസ്യമായി സംസാരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചേനെ. എന്നാ പിന്നെ ഞാനിതൊക്കെ അറിയും. എല്ലാ കാര്യങ്ങളും ഞാനും അറിയാൻ പോവുക. ഇവൻ ഇനി എക്സർസൈസ് ചെയ്യുന്നത് മേഡം കാണില്ല. നമ്മളോട് എക്സർസൈസ് ചെയ്യാനും പറയില്ല. എന്നാ ശരി, ഞാൻ പോയി മാർക്കറ്റിൽ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങിച്ചോണ്ട് വരാം. എന്നാ പിന്നെ ഞാൻ വീണ്ടും പോയി ഒന്നുകൂടി ഒന്ന് വിശ്രമിക്കട്ടെ. താൻ എന്തായി കാണിക്കുന്നേ? ഇനി മേലെ ഈ വഴിക്കണ്ട, അടിച്ചതിന്റെ പുറഞ്ഞാൻ പൊളിക്കും കേട്ടോ. നിങ്ങളൊക്കെ കൂടി എന്നെ പറ്റിക്കായിരുന്നല്ലേ? ആ പലഹാര കടക്കാരൻ ഞാൻ ലഡ്ഡു കഴിക്കുന്നത് കണ്ടു, എന്നിട്ട് എന്നെ തല്ലി. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? അല്ല, ആരാ നിങ്ങള്? എന്തായി പറയുന്നേ? കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഹണിയാണ്. എടാ, ഞാൻ നിന്റെ മുമ്പിൽ തന്നെയല്ലേ നിൽക്കുന്നേ. ഹണി, എനിക്ക് നിന്നെ കാണാനേ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ആ കടക്കാരൻ എങ്ങനെ കണ്ടേ? ഹണി, അയാളെ കുറ്റം പറയാൻ പറ്റില്ല. നീ ഒരു കഴുത തന്നെയാണ്. ഓക്കെ, അപ്പൊ ആരാണ് കഴുതകൾ? അവർക്ക് എന്നെ കാണാൻ പറ്റില്ല അല്ലേ? അതായത് നിങ്ങളെല്ലാരും കഴുതകളാണെന്നാണോ? ഇല്ല, അതായത് നിന്നെ ആ പലഹാരക്കടക്കാരനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ലഡ്ഡു കുറഞ്ഞു വരുന്നത് അയാൾ കണ്ടല്ലോ. അയാളത് കണ്ട വെപ്രാളത്തായിരിക്കും തല്ലിയത്. അങ്ങനെയായിരിക്കും നിനക്കത് കൊണ്ടത്. അപ്പൊ അയാൾ വല്ലാത്ത വെപ്രാളത്തിലായിരുന്നു സോർദാറെ. വല്ലാത്ത അടിയായി പോയി അടിച്ചത്. എന്നെ ഉറപ്പായിട്ടും കാണാൻ പറ്റുന്നില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല. ഇതെത്ര വിരലുണ്ട്? വിരലെവിടെ? അയ്യോ, ഞാൻ ഓർത്തില്ല. ഞാനൊരു കഴുത തന്നെ. എന്നെ തന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ എന്റെ വിരല് കാണുന്നേ? കിറ്റി എന്താ എന്നെ കുറിച്ച് ആലോചിക്കുന്നെന്ന് ഒന്ന് അറിഞ്ഞിട്ട് എന്നെ കാര്യം. പോയി നോക്കാം. പക്ഷെ അവൾ ഇവിടെങ്ങും കാണുന്നില്ലല്ലോ. കണ്ടു കണ്ടു കണ്ടില്ലല്ലോ. കിറ്റി എവിടെ പോയെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ. എന്റെ കിറ്റി, നീ എവിടെയാ? കൊച്ചുകുട്ടികൾ അമ്മയെ കണ്ടാൽ ക്യൂട്ടായി ചിരിക്കും. നിന്നെ ഞാൻ എന്തെങ്കിലും എന്റെ സ്വന്തമാക്കിയിരിക്കും. മുയലിനെ പിടിക്കാൻ നമ്മൾ എങ്ങനെയാണ് കെണിയൊരുക്കുന്നേ? എന്റെ പൊന്നു കാക്കറേ, ആക്ച്വലി ഞാൻ എങ്ങനെയാണ് എന്റെ ഇഷ്ടം നിന്നോട് തുറന്നു പറയുന്നേ?
ആ വെളിയിൽ വാതിലിന്റെ അടുത്ത് ആരോ വന്നെന്നാ തോന്നുന്നത്. ദാ നിക്ക്, ഞാൻ എന്താ വരുന്നു. അപ്പൊ ശരിക്കും എന്നെ കാണാൻ പറ്റില്ല അല്ലേ? കന്നാ സാർ എന്തായാലും ഇത്ര നേരം എന്നെ കണ്ടില്ലല്ലോ. പക്ഷെ ഇങ്ങനെ കാണാതിരിക്കുന്നത് തന്നെയാ നല്ലത്. കന്നാ സാർ കവിത ചൊല്ലി ചൊല്ലി ഫോട്ടോയെ പോലും വെറുപ്പിക്കാൻ തുടങ്ങിയിരിക്കുക. പക്ഷെ ഈ കിറ്റ് ഇത് എവിടെ പോയി? മിക്കവാറും മാർക്കറ്റിൽ പോയി കാണും. എന്നാ പിന്നെ അവിടെ ചെന്ന് അന്വേഷിക്കാലോ. നിന്നെ കണ്ടപ്പോൾ മുതൽ എന്റെ മനസ്സിന്റെ കടായിൽ സ്നേഹമെന്ന പരിപ്പ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കണ്ണെന്ന പഞ്ചസാര ലായനിയിൽ രസഗുള പോലെ നീ നീന്തുകയാണ്. ആഹ് കൊള്ളാലോ ഡോക്ടർ ബാലു. എന്തായാലും ഇവരെ കൂടി ഒന്ന് പറ്റിച്ചു കളയാം. സ്വപ്നെ, നീ എത്ര നാളായി എന്റെ സ്വപ്നമാണ്. ഇനിയെങ്കിലും അത് സത്യമാക്കിക്കൂടെ? എന്റെ നെഞ്ചിലൂടെ ഓടുന്ന ആഗ്രഹങ്ങളുടെ റൈഡാണ് നീ. എന്റെ സ്നേഹമെന്ന അലുവയിൽ ചേർത്തിരിക്കുന്ന കശുവണ്ടിയാണ് നീ. കാണാൻ കഴിയാത്ത എന്താണോ അതിന്റെ ഗന്ധം മാത്രമേ നമുക്ക് കിട്ടൂ. അത് ഡോക്ടർ ബാലുവിന്റെ പെർഫ്യൂമിന്റെ ഗന്ധമായിരിക്കും. ആരാണ് നീ? പറയൂ. ഞങ്ങൾക്കിടയിൽ എന്തിനാണ് സംസാരിക്കുന്നത്? പറ്റുമെങ്കിൽ എന്നെ ഒന്ന് കണ്ടുപിടിച്ച് നോക്ക്. ഓ ഇല്ല, എനിക്ക് മനസ്സിലായില്ല. നിന്നെ എനിക്ക് കാണാൻ പോലും പറ്റുന്നില്ലല്ലോ. ആരോടാ സംസാരിക്കുന്നത്? നിങ്ങളുടെ പുറകിൽ ആരെയും കാണാനും ഇല്ലല്ലോ. ആരോ സംസാരിക്കുന്നത് പോലെ എനിക്കും തോന്നി. പക്ഷെ ഇവിടെ ആരെയും കാണുന്നുമില്ല. അപ്പൊ എന്നെ ആർക്കും കാണാൻ പറ്റുന്നില്ല. നീ സ്നേഹമെന്ന പായസത്തിനുള്ളിൽ ഉപ്പെന്ന തടസ്സം വാരിയിട്ട് കുളമാക്കാൻ നോക്കുന്നത് എന്തിനാണ്? അങ്ങോട്ട് പോകൂ. പിടിക്കവനെ, വേഗം പിടിക്കവനെ, പിടിക്ക. അവൻ എന്റെ 10 ലക്ഷം തട്ടിക്കൊണ്ട് പോയി. അത് ഞാൻ കൊണ്ടുവരാം. എന്നെ എന്തായാലും ആർക്കും കാണാൻ പറ്റില്ലല്ലോ. ഇപ്പൊ തന്നെ അവനെ അടിച്ച് ശരിയാക്കി ഞാൻ. എന്നിട്ട് ആ കാശ് തിരിച്ചു കൊണ്ടുവരും ഞാൻ. അയ്യോ, ഇവനിത് എങ്ങോട്ടാ പോയതാ? കുറച്ച് ഗുണ്ടകൾ എന്റെ 10 ലക്ഷം രൂപ കൊണ്ട് കടന്നു കളഞ്ഞു. അവരെ പിടിക്കാൻ പോയതാ. പക്ഷെ അവരെ കാണാൻ പറ്റില്ലെന്ന് അവരെന്തിനാ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. ഹണി നിൽക്ക. ബണി, ചിലപ്പോഴൊക്കെ അതിരുവിടുന്ന തമാശകൾ കൈവിട്ടു പോകുന്ന വെയിറ്റ് പോലെയാണ്. പക്ഷെ ഇന്നത്തെ ഈ തമാശ ഹണിക്ക് നല്ല തല്ല് വാങ്ങി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. സംശയമുണ്ടോ? എടാ പോപ്പട്ടെ, അവനെ രക്ഷിച്ചേ പറ്റൂ. സോർദാറേ, ഹണി എങ്ങോട്ടാ പോയെന്ന് നീ മണം പിടിച്ച് കണ്ടുപിടിക്കേ. ആ ഭാഗത്ത് ഇതെന്തായാലും കലക്കി. അയാൾ ആ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ പിൻവലിച്ച് ബാങ്കിലാക്കുന്നത് കണ്ടായിരുന്നു. മര്യാദക്ക് ബാഗിങ് തിരിച്ചെന്നേക്ക്, അല്ലെങ്കിൽ എല്ലാവന്മാരും അടി വാങ്ങും. ഇവൻ എന്തോ നാടാ ഈ പറയുന്നത്? എന്താ പേടിച്ചു പോയോ? ഈ ശബ്ദം എവിടുന്ന കേൾക്കുന്നതാണോ? എന്നെ ഇവിടെ പെട്ടെന്ന് ആർക്കും കാണാൻ പറ്റില്ല. എന്റെ ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റൂ. വേഗം ആ ബാഗിങ് തിരിച്ചതാ, അല്ലെങ്കിൽ നല്ല അടി കിട്ടും. ഒരുത്തരും തിരിച്ചറിയാൻ പോലും പറ്റില്ല ആരാ തല്ലിയതെന്ന്. നിങ്ങൾ എങ്ങനെ എന്റെ വാലി പിടിച്ചത്? ശബ്ദം കൊണ്ടാണ് കണ്ടുപിടിക്കുന്നെങ്കിൽ എന്റെ മുഖത്തല്ലടോ പിടിക്കേണ്ടത്. ഗുണ്ടകൾ അവിടെയുണ്ട്. എന്തോ നാടായി കാണിക്കുന്നേ? ഡോഗിന്റെയും പൂച്ചയുടെ കടി വാങ്ങിക്കുവാണോ നീ? ഞാനൊരു പെറ്റ് ലവറാണ്. എനിക്ക് ഇവരുടെ ദേഹത്ത് കൈവെക്കാൻ പറ്റില്ല. കൊള്ളാലോ, താങ്കൾ ദയാലുവാണ്, നല്ലവനാണ്, ശുദ്ധനുമാണ്. ചുരുക്കി പറഞ്ഞ താങ്കൾ ഒരു ഗുണ്ടയേ അല്ല. ഞാൻ നിവർത്തികേട് കൊണ്ട് ഗുണ്ടായി മാറിയതാണ്. ഞങ്ങളും നിവർത്തികേട് കൊണ്ടാണ് അടിക്കാൻ പോകുന്നത്. ദാ പിടിച്ചോ. ബാഗ് എന്നാ പിടിച്ചോ.
ആർക്കും എന്നെ കാണാൻ കഴിയില്ലല്ലോ. പിന്നെ ഇവന്മാരെങ്ങനെ എന്നെ കണ്ടുപിടിച്ചത്? നീ രസഗുളയാണ്, അടപ്രഥമനാണ്, പിങ്ക് കളർ പഞ്ഞിമുട്ടായാണ്. സത്യത്തിൽ നീ ഒരു കഴുതയല്ല. അത് ശരി. അതെ, നീ ഒരു മരക്കഴുതയാണ്, മരക്കഴുത. എടാ, നിന്നെ എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പ്രാങ്ക് ചെയ്തതല്ലേ? ഓ, പ്രാങ്ക്. അതെ ഹണി, സോറി. കൂട്ടുകാർക്കിടയിൽ പ്രാങ്ക് സാധാരണയല്ലേ? എന്റെ തലയിൽ ഒരു പ്രാങ്ക് വന്നിട്ടുണ്ട്, പറയട്ടെ. നിങ്ങൾ കാരണം എനിക്ക് തടി മൊത്തം കിട്ടിയത്. ഇങ്ങനെയാണോ കൂട്ടുകാരോട് പ്രാങ്ക് കാണിക്കുന്നേ? ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ പ്രാങ്ക്? എടാ, ഇത് പ്രാങ്ക് എന്നല്ല, അറ്റാക്ക് എന്നാണ് പറയുന്നത്. ഞാൻ കഴുതയാണല്ലോ, അതുകൊണ്ട് എന്റെ പ്രാങ്ക് ഇങ്ങനെയായിരിക്കും. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play.